നമ്മൾ എത്തിയിരിക്കുന്ന ആഷിഖ് രാജിനെ പരിചയപ്പെടാൻ വേണ്ടി സഹദേവൻ സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ സഹദേവൻ സാർ കൂടുതൽ കാര്യങ്ങൾ ആഷിഖ് രാജിൻ്റെ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതായിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. ജസ്സിലെ ആഷിഖ് രാജിനെ ഒരു 1.5 വർഷം മുമ്പാണ് ആഷിഖ് രാജിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് കൂട്ടി വരുന്നത്. ഇവനെ കുറച്ച് മാത്സ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇവൻ്റെ ബ്രില്യൻസ് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ദിവസം 1 മണിക്കൂർ എന്നുള്ള തോതിൽ ഞാൻ ആഷിഖ് രാജിനെ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് രാജ് വലിയ അത്ഭുതങ്ങളാണ്. ഇപ്പോൾ ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടി 7 ഡിജിറ്റിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു പെർഫോമൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ AI-ക്ക് ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അത് 5th റൂട്ട് 10 ഡിജിറ്റുള്ള ഒരു നമ്പറിൻ്റെ 5th റൂട്ട് ഈസി എങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ട് AI-ക്ക് ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട്. ആഷിഖ് രാജിനെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി ആഷിഖിൻ്റേതായിട്ടുള്ള ഒരു തരത്തിലോട്ട് ഉത്തരം കണ്ടുപിടിക്കുന്ന, ആൻസർ കണ്ടുപിടിക്കുന്നതിന് വളരെയേറെ ബ്രില്യൻ്റാണ്. കഴിഞ്ഞ വർഷം IMO പരീക്ഷയിൽ 7th റാങ്കാണ്. ഈ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഡോക്ടർ അരുൺ കുമാർ ഓഫ് Kerala University 2 years back told me Vedic maths is a vast ocean. Yes, sir. I am a toddler searching for better pebbles on its shore. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആഷിഖ് രാജ്. ആഷിഖ് രാജിൻ്റെ അവിശ്വസനീയമായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാം. ആഷിഖ് രാജിൻ്റെ ചില വീഡിയോസ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. So Ashik, you ready? Yes. Yes? First you get an 8 digit into 8 digit mental multiplication. Ashik, you ready? Yes. Yes, okay. അപ്പോൾ ഒരു 8 digit into 8 digit ചെയ്യാണ് മെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ. ശരി, എഴുതിക്കോ. 8 5 4 9 3 7 2 5 into 5 8 9 4 7 3 5 2. ഇത് മെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ. then write down Oh, 2 4 6 8 10 12 14 16 16 digits. Okay. Yeah. Right. Correct തന്നെയാ ആഷിഖേ? Yes. ഓക്കെ, ബിഗ് ക്ലാപ്പ്. ഓക്കെ ആഷിഖേ, ഇപ്പോൾ ബോർഡിലുള്ളത് ഒരു 16 ഡിജിറ്റ് നമ്പറാണ്. ഇത് ആഷിഖ് രാജ് 8 ഡിജിറ്റിൻ്റെ 8 ഡിജിറ്റ് മെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്. ആഷിഖ് രാജ് ഈ 16 ഡിജിറ്റിനെ 3 ഡിജിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, മെൻ്റൽ ഡിവിഷൻ നടത്തുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്, ഒരു വസ്തുതയാണ്. ആഷിഖ്, ഇറ്റ് ഈസ് യുവർ ടേൺ. ആഷിഖ് രാജ് വളരെ പോപ്പുലറായ ഒരു സംഗതിയുണ്ട്. അതൊരു 10 ഡിജിറ്റ് നമ്പറിൻ്റെ 5th റൂട്ട് കാണുക എന്നുള്ളതാണ്. ആഷിഖ് രാജ്, യു റെഡി? Yes. ഏത് 10 ഡിജിറ്റ് തന്നു കഴിഞ്ഞാലും അത് ഒരു 5th അതിൻ്റെ ഒരു 5th റൂട്ട് കാണുന്നതിന് എത്ര സമയം വേണം? 2 seconds. എത്ര AI-ക്ക് ഇതിൻ്റെ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഓക്കെ,
ഐയിൽ നിന്ന് ഇവന് എന്നിട്ട് അനുമോദനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു നമ്പർ കൊടുത്തു നോക്കാം. തരട്ടെ? അതിൻ്റെ 5th റൂട്ട് എഴുതണേ. യെസ്, ഓക്കെ, എഴുതിക്കോ, ബോർഡ് മേലെ എഴുതിക്കോ. 470 427 01 76. ഇതിൻ്റെ 5th റൂട്ട് എങ്ങനെയാണ് കണ്ടതെന്ന് പറയാം. ഇങ്ങോട്ട് ആ ക്യാമറ നോക്കിയിട്ട് പറഞ്ഞു. Ignore the last 5 digits and the balance is 47,042. Just below a fifth power of this number is 32,768. This number's square root, 5th root is 8 and first digit is 8. Last digit is 6. Write the 6 on the answer so that the answer is 86. ഈ 5th റൂട്ട് കണ്ടതുപോലെ തന്നെ 7th റൂട്ട് കാണുന്നതിന് ആഷിക്കിന് ഒട്ടും സമയം ആവശ്യമില്ല. ഇത് ഞാനിപ്പോൾ ഒരു 14 ഡിജിറ്റ് നമ്പർ കൊടുക്കുകയാണ്. അതിൻ്റെ 7th റൂട്ട് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ആഷിക്ക് സെക്കൻഡ് കൊണ്ട് പറയും, 2 സെക്കൻഡ് കൊണ്ട് പറയും. ആഷിക്കെ തരട്ടെ? ഒരു നമ്പർ 14 ഡിജിറ്റ് തരട്ടെ? എഴുതിക്കോ. ഇതിൻ്റെ 7th റൂട്ടാണ് കണ്ടത്, എഴുതിക്കോ. 110 47 398 51 90 97. അതൊന്ന് നെറേറ്റീവ് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞു കൊടുക്ക്. ക്യാമറയിൽ നോക്കിയിട്ട് പറയും. ഇത് 7th റൂട്ടാണ്. അപ്പോൾ ലാസ്റ്റത്തെ 7 ഡിജിറ്റ് ഇടുക. ബാക്കിയുള്ളത് 11,04,739 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള 7th പവർ 5,23,543 ആണ്. അതിൻ്റെ 7th പവർ 7th റൂട്ട് 7 7. അപ്പോൾ ഇവിടെ ആൻസറിൽ എഴുതി ലാസ്റ്റ് ഡിജിറ്റ് 7 7 അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് എഴുതണം. 7ൻ്റെ കോംപ്ലിമെൻ്റ് 3. ആഷിക്ക് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ഒരു 7 ഡിജിറ്റ്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന ഒരു കാൽക്കുലേഷൻ ഗിന്നസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആഷിക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആഷിക്ക് ഞാൻ ഒരു 7 ഡിജിറ്റ് പറയട്ടെ? യെസ്, ഓക്കെ, എഴുതിക്കോ. 9272 025. അതിൻ്റെ ആൻസർ എഴുതി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നും കൂടി പറയൂ ക്യാമറ നോക്കിയിട്ട്. Ignore the last 2 digits and the balance is 92,720. Just below a square of this number is 92,416. This number's square root is 304. Write the 304 and the answer. And the last digit is 2. 5's complement is 5. So the answer is 3,445. Sorry? 3,045. യെസ്, ഓക്കെ. കഴിഞ്ഞ വർഷം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് ഒളിമ്പ്യാഡിൽ 7th റാങ്ക് കിട്ടിയതാണ് ആഷിക്കിന്. ഇത്
മാത്സ് ഒളിമ്പ്യാഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വർഷം ആഷിക്ക് ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഈ ബോർഡിലുള്ള ഒരു ടെക്സ്റ്റൈലാണിത് സാധനം. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് പെരിമീറ്റർ കാണണം, രണ്ടാമത്തത് ഇതിന് ചുറ്റിലും ലേസ് പിടിപ്പിക്കുന്നതിന് സെൻറ്റിമീറ്ററിന് 11 രൂപ നിരക്കിൽ എന്ത് ചിലവാകും എന്നുള്ളത് ആഷിക്ക് ജസ്റ്റ് ഏതാനും സെക്കൻഡ് കൊണ്ട് ആൻസർ പറയുന്നതായിരിക്കും. Yes, start your correct calculation. Answer it, yeah. ആഷിക്കേ, Yes. ഒരു നമ്പർ തരട്ടെ, അതിൻ്റെ ക്യൂബ് റൂട്ട് എഴുതൂലേ? Yes. യെസ്, ഓക്കെ. എത്ര സെക്കൻഡ് വേണം? 5. 5 സെക്കൻഡ്സ്. ഓക്കെ, എഴുതിക്കോ, നമ്പർ എഴുതിക്കോ. 205 379 205 379 ക്യൂബ് റൂട്ട്. റൈറ്റ് ആൻസറാണ്. ഓക്കെ ആഷിക്കേ, ഞാൻ ഇനി ഒരു IMOൻ്റെ ക്വസ്റ്റ്യൻ തരട്ടെ. അപ്പോൾ എഴുതിക്കോ. 325 സ്ക്വയർ മൈനസ് 314 സ്ക്വയർ. ഓക്കെ, അത് എങ്ങനെ കിട്ടിയെന്നൊന്ന് പറഞ്ഞാൽ, നീ എങ്ങനെ ഇത് ചെയ്തെന്ന് ക്യാമറ നോക്കിയിട്ട് പറ, തിരിഞ്ഞു നിന്നിട്ട് പറ. 325 പ്ലസ് 314 639 ആണ്. 325 മൈനസ് 314 11 അപ്പോൾ ആ 11 ഇൻറ്റു ആക്കുക. 639 ഇൻറ്റു 11 7029. ആൻസർ അപ്പോൾ 7229 ആഷിക, ഞാനൊരു 10 ഡിജിറ്റ് നമ്പർ പറയാൻ പോവാണ്. എഴുതിക്കോ. 912 348 8 527 6. 10 ഡിജിറ്റ് ആയില്ലേ? മൈനസ് 4 7 5 2 3 9 2 8 8 4. ഓക്കെ, അത് മൈനസ് ചെയ്തോ. ഇത് കറക്റ്റാണ് ആഷിക. ആഷിക രാജ്, വേദഗണിതം പഠിച്ചത് കൊണ്ടുള്ള ഒരു എഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഷിക രാജിന് സൂപ്പർ മെമ്മറിയാണ്. വളരെയധികം നമ്പേഴ്സ് ഓർമ്മിക്കുന്നതിനിപ്പോൾ അത് ആ ലോങ് ഡിജിറ്റ് മെൻ്റൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു എഡീഷണൽ ബെനിഫിറ്റാണ്. ഞാനിപ്പോൾ ഇത് ആഷിക രാജിന് കുറേ അധികം നമ്പറുകൾ പറയാൻ പോവാണ്. ആഷിക രാജ് ഒരു പ്രാവശ്യം വായിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിക്കുന്നതായിരിക്കും. ഓക്കെ ആഷിക്, റെഡി? പറയട്ടെ.
5939 7418 1801 3267 8923 8808 0444 3997 1848 7276 8353 53 ഇനി പറ്റുമോ വേണോ ഇത്രയും മതി യെസ് ഓക്കെ എന്നോട് ഓക്കെ പറ ഓക്കെ. എന്നാൽ പറഞ്ഞോളൂ സ്റ്റാർട്ട്. 5 9 3 9 7 4 1 8 1 8 0 1 3 2 6 7 8 9 2 3 8 8 0 8 0 4 4 4 3 9 9 7 1 8 4 8 7 2 7 6 8 3 5 3. അപ്പോൾ ആഷിഖ് രാജിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ദിവസമാണ് ജനിച്ചത്, അതായത് തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ എന്നുള്ള ദിവസം ആഷിഖ് രാജ് വളരെ സെക്കൻഡ് കൊണ്ട് പറയുമെന്നാണ് എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആഷിഖ് രാജ് ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയട്ടെ. 18/11/2000 വളരെ ശരിയാണ്. കാരണം ഞാൻ ഇതിപ്പം തന്നെ മൊബൈലിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റാണ്. മൊബൈലിൽ ചെക്ക് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കാണുന്നുണ്ട്. ബ്രില്യൻ്റ് ആണെന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പായിട്ടുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 2000 ഇയർ കോഡ് 6 ആണ്. 6 പ്ലസ് 11 മന്ത് കോഡ് 3 ആണ്. 3 കൂട്ടിയാൽ 9. 9 പ്ലസ് ഈ 18 9നോട് കൂട്ടുക, 27 കിട്ടും. 27നെ 7 കൊണ്ട് ഹരിക്കുക, 3 കിട്ടും. ബാക്കി 6 ആണ് വരുന്നത്. 6 എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആണ്. കാരണം ഞായർ 0, തിങ്കൾ 1, ചൊവ്വ 2, ബുധൻ 3, വ്യാഴം 4, വെള്ളി 5, ശനി 6. വെരി ഗുഡ്.